ഇതേപോലെ നടന്നു ചെന്നപ്പോഴല്ലേ ഒരു പെണ്ണിനോട് ഉമ്മ പറയുന്നു, കൊട്ടകത്തെ കറന്നെടുക്കുന്ന പെണ്ണാണ്, പാലിൽ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഉമ്മാനോട്, അത് നമ്മളെ ഖലീഫ വിലങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ഉമ്മ പറഞ്ഞു, ഖലീഫ പാതിരാക്ക് വെള്ളം ചേർത്താൽ ആരറിയാനാണ്? പാലിൽ വെള്ളം ചേർത്തിട്ട് പാലിനും വെള്ളത്തിനും കൂടെ ഒരേ വിലക്ക് വിൽക്കുകയാണ്, ഇത് ഉമർ അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഈ പെണ്ണ് പറയുന്നു ഉമർ അറിയില്ല എന്ന കാര്യം ശരിയാണ്, ഉമർ അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അള്ളാഹു അറിയുമല്ലോ. ഈ പെണ്ണിന്റെ ആത്മാർത്ഥ തഖ്വ കണ്ടിട്ട് ഉമർ ഖത്താബ് തങ്ങൾ തൻ്റെ കൂടെയുള്ള അസ്ലമിനോട് പറഞ്ഞു, ഈ വീട് മാർക്ക് ചെയ്യണം കേട്ടോ പറഞ്ഞു. വീട് മാർക്ക് ചെയ്തു. പാതിരാ സമയത്ത് വീട്ടിലേക്ക് ചെന്നു. പിറ്റേന്ന് പറഞ്ഞു, അസ്ലമിനോട് പറഞ്ഞു, ആ വീട്ടിലൊന്ന് ചെല്ലണം, ചെന്നിട്ട് ആ പെൺകുട്ടി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന സമയത്ത് പെണ്ണ് കല്യാണപ്രായമായിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. സംഗതി പാവപ്പെട്ട പെണ്ണാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് സന്തോഷം അടക്കി വെക്കാൻ കഴിയുന്നില്ല. കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, വിവാഹിതയല്ലാത്ത പെണ്ണാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ മകനായ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന കുട്ടിയുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് എന്ന കുട്ടിയുണ്ട്. അസ്ലമി എന്ന കുട്ടി, ആസിം എന്ന കുട്ടിയുമുണ്ട്. ഈ കുട്ടികളോടൊക്കെ പാടെ സംസാരിച്ചു. നല്ലൊരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇന്ന് പറയും പോലല്ല. ബാപ്പ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചു, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ ബാപ്പേറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബടി മക്കളൊച്ചപ്പാടുണ്ടാകും. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. കാരണം അത്രക്കും കല്യാണം കഴിക്കാൻ പറ്റിയ പെൺകുട്ടിയാണ് കാരണം. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും? അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉണ്ട്, എനിക്ക് കെട്ടിക്കൂടെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു പെണ്ണുണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന കുട്ടിനോട് ചോദിച്ചു. മുപ്പരും പറയും, എനിക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആസിം എന്ന കുട്ടി പറഞ്ഞു, ഉപ്പാന്റെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ആരുടെ മകനാണ്? ഖലീഫയുടെ മകനാണ്. ആസിമാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഖലീഫയുടെ മകൻ കല്യാണം കഴിക്കാണ്. പെണ്ണിന്റെ മനസ്സ് കണ്ടതിൻ്റെ പേരിൽ, സ്വഭാവം തഖ്വ കണ്ടതിൻ്റെ പേരിൽ, അതേ ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ, ദുന്യവിയായിരിക്കുന്ന ജീവിതത്തിൽ പടച്ചറബിനെ പേടിച്ചതിൻ്റെ പേരിൽ, അതേ പാലിൽ വെള്ളം ചേർക്കാൻ കൂട്ടാക്കാതിരുന്ന ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടായ ഒരു പെണ്ണുണ്ടായി. ആ പെൺകുട്ടിക്കുണ്ടായ മകനാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.